ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഇതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കൊണ്ട് 2 അടിപൊളി കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സ്കൂൾ ബാഗിലും പൗച്ചിലും എല്ലാം തൂക്കിടാൻ പറ്റിയിട്ടുള്ള 2 കിടിലൻ കീ ചെയിൻസ് ആണ്. ആദ്യം തന്നെ ഏത് ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു 7-അപ്പിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ക്യാപ്പും ഒഴിവാക്കാം. അപ്പം കുപ്പി റെഡിയായി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ചെറിയ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ മടങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പോസിറ്റ് സൈഡാക്കിയിട്ട് ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിന്നോളും. ഒരു വൈറ്റ് പേപ്പറിൽ ഞാൻ യൂണിക്കോണിനെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ യൂണിക്കോൺ വരച്ചിട്ടുള്ളത്. ഇതൊരെണ്ണം പോരാ, 2 എണ്ണം വേണം. അപ്പോൾ ഞാൻ 2 എണ്ണം ഒരുപോലെയുള്ളത് തന്നെ വരച്ചിട്ടുണ്ട്. ഈ വരച്ചതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വരച്ചിട്ടുള്ള ഇമേജ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ പീസിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ടൊരു മാർക്കർ വെച്ചിട്ട് ഇതിൻ്റെ ബോർഡറിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് കുപ്പിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് യൂണിക്കോണിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ യൂണിക്കോണിൻ്റെ പീസ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് യൂണിക്കോണിന് നമുക്കൊന്ന് കളർ കൊടുക്കാം. 2 എണ്ണത്തിലും കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. രണ്ട് സൈഡ് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം 2 സൈഡിലും. ഇങ്ങനെ ചെയ്താൽ മഴയത്തൊക്കെ ബാഗിൽ ഈ കീ ചെയിൻ ഇട്ടിട്ട് നമുക്ക് നല്ല ധൈര്യമായിട്ട് കൊണ്ടുപോകാം. കളറൊന്നും ഇളകി വരില്ല. ഞാനിവിടെ സ്കെച്ച് പെൻ വെച്ചിട്ടായിരുന്നു കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി സേഫ് ആയിട്ടിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള പീസസൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല ഷൈനിങ് ഉണ്ട്. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. കാണാനാണെങ്കിൽ അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ചെയിന് തൂക്കിയിടാനായിട്ട് ഞാനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെയിൻ അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പഴയ ഏതെങ്കിലും കീ ചെയിനിൻ്റെ ചങ്ങല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള നമ്മളെ ഫസ്റ്റ് കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി യൂണിക്കോൺ തീമിലുള്ളൊരു കീ ചെയിനാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തതൊരു മിനി മൗസിൻ്റെ തീമിലുള്ളതാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ 2 പേപ്പറിലായിട്ട് ഇമേജ് വരച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ പീസസ് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സെല്ലടപ്പ് കൂടി ഒട്ടിച്ചാൽ മതി. അപ്പം നമ്മുടെ പണി കഴിയും. അപ്പം നല്ല ഗ്ലേസിങ്ങോട് കൂടി ക്യൂട്ടായിട്ടുള്ള മിനി മൗസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലും നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഈ 2 ക്യൂട്ട് കീ ചെയിൻ ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി തരിക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളോട് കമൻറ്റ് ചെയ്യണേ.